ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്ന വിശാഖപട്ടണത്തു നിന്നാണ്. സുനിതയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടുള്ളൊരു കത്താണിത്. IT ഫീൽഡിലാണ് ജോലി. ഇപ്പോൾ ഒരു പാർട്ട്ണറുടെ കൂടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പദ്ധതിയിടുന്നു. പാർട്ട്ണർ ഗേൾഫ്രണ്ടാണ്. അവർ വിവാഹം കഴിക്കാനും പ്ലാനുണ്ട്. എന്താകും ഇവരുടെ മുന്നോട്ടുള്ള ഭാവി എന്നാണ് ചോദിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ആ സ്റ്റാർട്ടപ്പ് മാത്രമേ ആകാവുള്ളൂ. ചിങ്ങരാശിയാണ്. വ്യാജഗ്രഹം സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. മെയ് 14 മുതൽ പുതിയ സംരംഭത്തിലേക്ക് കാലൂന്നും. ആ സംരംഭം വിജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ചിങ്ങരാശിക്കാർക്ക് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം 7ാമത്തെ രാശിയിലേക്ക് രാഹു പ്രവേശിക്കുകയാണ്. ലഗ്നത്തിലോട്ട് കേതുവും. രാഹു കേതുക്കളിൽ മുങ്ങുകയാണ്. വ്യാജഗ്രഹം നല്ല പവറിൽ പ്രവേശിക്കുന്നുവെങ്കിലും യുവാക്കളിൽ മാത്രം യുവാക്കളെ മാത്രമൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുതിർന്നവരും ഒക്കെ എല്ലാവർക്കും ഈ കാലദോഷങ്ങളൊക്കെ പെടാം. ഒരു സ്ത്രീയുമായി ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നാണ് കാണുന്നത്. കച്ചവടം പുരോഗമിക്കും. പതുക്കെ ഈ രാഹു 7ിലോട്ട് പ്രവേശിക്കുമ്പോൾ ഈ സ്ത്രീ മനസ്സിൽ കടന്നുകൂടും. ഈ പെൺകുട്ടി മനസ്സിനെ കാർന്നു തിന്നും. ഒരു തരത്തിലും അവോയ്ഡ് ചെയ്യാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു ആവേശം. ഇണയുടെ സ്ഥാനം, പ്രേമസ്ഥാനം മുതലായ ഒരു മോഹസ്ഥാനം, ഈ സ്ഥാനമാണ് 7ാം ഭാവം. അതിനിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഒന്ന് പറയും, നമുക്ക് കല്യാണം കൂടെ അതൊന്ന് കഴിച്ചാൽ എന്താ എന്ന് വേണമെങ്കിൽ. തെറ്റ് പറയാൻ പറ്റുമോ? ഒരേപോലെ ബിസിനസ്സും പഠിത്തവും കാര്യങ്ങളും പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്തൊന്നും കാലോചിതപരമായി തെറ്റില്ല. പക്ഷേ 7ലെ രാഹു മാറുന്നിടം വരെ ഒരു 1.25 വർഷത്തേക്കിന് കല്യാണ സംബന്ധമായ കാര്യങ്ങളിലേക്കൊന്നും വാഗ്ദാനം കൊടുക്കുകയോ ചുമരിലേറ്റുകയോ അല്ലെങ്കിൽ അതുമായി പ്രതിജ്ഞ ചെയ്യുകയോ കൈവിട്ട് കളിക്കുകയോ പാടില്ല. അതിന് ശേഷം വേണമെങ്കിൽ ആകാം. അതുവരെ ബിസിനസ് രംഗം നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ശേഷമേ വിവാഹ വാഗ്ദാനമോ മറ്റെന്തെങ്കിലുമുള്ള സമ്മോഹന കാര്യങ്ങളോ അതിലേക്കൊക്കെ മനസ്സ് തിരിയാവുള്ളൂ. കാരണം മനസ്സ് തിരിയാൻ സാധ്യതയുണ്ട്. കാരണം ഒരേപോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു പരസ്പര സ്നേഹവും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേർപെടുത്താനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. മതജാതി പ്രായ വർഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും വിലപ്പോകത്തില്ല. പിന്നീട് അതിന് സംബന്ധമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇതൊന്ന് കരുതി മുന്നോട്ട് പോകുക. പിന്നെ ദോഷപരിഹാരം എന്ന് പറഞ്ഞാൽ സർപ്പക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, രാഹു പൂജ ചെയ്യുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. വലിയ കാഠിന്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഏതായാലും ബിസിനസ് നല്ല നിലയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. വിവാഹ വാഗ്ദാനങ്ങളൊന്നും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം അത് ബിസിനസ്സിനെയും ബാധിക്കും, പണനഷ്ടം വരും. അതുപോലെ തന്നെ നാൾപ്പുറത്തുമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ രാഹു മാറുന്നതോട് കൂടിയിട്ട് ഈ ബിസിനസ്സിന് മുടക്കുന്ന പണമൊക്കെ പോകും. അവസാനം പെണ്ണുമില്ല, പടക്കോഴിയില്ല, ബിസിനസ്സും ഇല്ലാത്ത നിലയിലേക്കൊക്കെ വരും. അതുകൊണ്ട് ബിസിനസ് നല്ല നിലയിൽ വരാൻ വേണ്ടി വിവാഹ വാഗ്ദാനവും മോഹവലയങ്ങളും ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ കണ്ട് തൃപ്തിയായിട്ട് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ബാക്കി കല്യാണ കാര്യങ്ങളൊക്കെ അതിന് തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചും ഈ കൂട്ടു ബിസിനസ്സുകാരിയെ അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക. കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വേറെ കെട്ടിക്കാനുണ്ടെന്നോ അത് കഴിഞ്ഞിട്ടേ എനിക്ക് കല്യാണമുള്ളൂ എന്നൊക്കെ നേരത്തെ ഒരു അഡ്വാൻസ് ആയിട്ടൊക്കെ ഒരു കോഴി നേരത്തെ എറിഞ്ഞു വെക്കാമെങ്കിൽ നന്നായിരിക്കും. ഇപ്രകാരമൊക്കെ ചെയ്താൽ മതി. വേറെയൊന്നും പേടിക്കേണ്ടത്.